ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, പുള്ളി കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ പാട്ടുകാർ നല്ലതാ, ഇവരൊക്കെ നല്ലതാ, പാട്ടും നല്ലതാ, പാടുകയും ചെയ്യണം. പക്ഷേ നിങ്ങൾ യോജിക്കത്തില്ല. ഒരു കാര്യം പറയാം, ഓർത്തത് കൊണ്ടാണ്. ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് പാസ്റ്റർമാരൊക്കെ ശ്രദ്ധിക്കണം, വിളിക്കുന്നവരെ ശ്രദ്ധിക്കണം. ആശീർവാദം കഴിഞ്ഞ് പിന്നെ ഇതുങ്ങളെ ഇട്ട് പാടിപ്പിക്കരുത്. അതിൻ്റെ കാരണം ഇത് കഴിഞ്ഞൊന്ന് വർത്താനം പറയാൻ പോലും നമ്മൾ ഇവിടെ കിടന്നങ്ങ് അലറുകല്ലേ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഇതങ്ങ് നിർത്തണം. നിർത്തുകയല്ലേ? ഈ ഇവര് പാടണം, പാടിക്കോട്ടെ. ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ശുശ്രൂഷ സമയത്ത് സന്ദർഭോചിതമായിട്ട് പാടിക്കോ, പാടണമല്ലോ, പാട്ട് വേണമല്ലോ. ഇത് കല്യാണം കഴിഞ്ഞ് ഒന്ന് മിണ്ടാൻ പറ്റുമോ? തള്ളെ കൊണ്ടുവന്ന ഡ്രൈവർ ആഹാരം ചോദിക്കാൻ പോലും ഒക്കത്തില്ല, മിണ്ടാൻ ഒക്കുന്നില്ല. കിടന്നങ്ങ് അലപ്പറ തന്നെ അലപ്പറ. ഒന്ന് നിർത്താവോ? കല്യാണം തുടങ്ങുന്നതിന് മുന്നേ പാടാൻ തുടങ്ങിയതല്ലേ. ചിലര് പാട്ടുകാർക്ക് ആശ്വാസം വേണമെന്നുണ്ട്, വീട്ടുകാർ സമ്മതിക്കുകയല്ല. എന്നിട്ട് ഇതുങ്ങള് ലാസ്റ്റ് എന്ന് എച്ചില് ചോറാ തിന്നുന്നേ. ഇതുങ്ങൾ ചെന്ന് വലിയ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതുപോലെ എല്ലാം പോയി. ഇതുങ്ങളിതെല്ലാം കൂടെ അടുക്കി പെറുക്കി ചെല്ലുമ്പം തുപ്പിയും ഒന്നും ഞാൻ പറയുന്നില്ല. ഇവൻ ഈമ്പിയത് എല്ലും മുട്ട്. നിങ്ങൾക്ക് അനുഭവമില്ലേ? പറ, എന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നേ. എടേ പറയടേ. അങ്ങ് നിർത്തണം. ഞാൻ ഡേവിഡ് പാസ്റ്റർ തമാശ പറഞ്ഞതല്ല. സംഗീത ശുശ്രൂഷ വേണവർ ആവശ്യമാണ്. നിങ്ങൾക്ക് അനുഭവമില്ല, വല്ല മിണ്ടാൻ പറ്റുമോ? പറ. നിങ്ങൾ എന്നാ രണ്ടുപേരും ഇങ്ങനെ പമ്പിയിരിക്കുന്നേ? പറയണം. മിണ്ടാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. പിന്നെ കിടന്ന് ഇങ്ങനെല്ലാം എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതുപോലെ. മുദ്ര ഇതിനൊക്കെ കുറച്ച് മര്യാദ വേണം. വേണം, ഇത് അത്യാവശ്യമാണ്. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്.